ആവശ്യമുള്ളപ്പോൾ താഴണം. എന്നാൽ വീണ്ടും ചവിട്ടിത്താഴ്ത്തുന്നു എന്ന് മനസ്സിലായാൽ പിന്നെ അവിടെ നിൽക്കരുത്. തല ഉയർത്തി അവിടെ നിന്നിറങ്ങണം. എവിടെ നിന്നായാലും നമ്മളെ വിലയില്ലാത്ത സ്ഥലത്ത് നിൽക്കരുത്. നിങ്ങളിൽ ഏറ്റവും മികച്ചത് കണ്ടെത്തുന്നവരോടൊപ്പം സമ്പർക്കം പുലർത്തുക. നിങ്ങളെ സമ്മർദ്ദത്തിൽ ആക്കുന്നവരുമായല്ല സഹകരിക്കേണ്ടത്. ഒരാളുടെ സൗന്ദര്യമുള്ള മുഖവും ശരീരവും മാത്രം കണ്ട് ആകർഷിക്കപ്പെടുന്ന ആളുകൾ എന്നേക്കുമായി അവരുടെ കൂടെ നിലനിൽക്കില്ല. ആവശ്യങ്ങൾക്കപ്പുറം വെറും കറിവേപ്പിലയായി മാറും. എന്നാൽ നമ്മുടെ ഹൃദയം എത്ര മനോഹരമായതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ ഒരിക്കലും നമ്മളെ തനിച്ചാക്കി പോവില്ല. കൊടുക്കാൻ ഒന്നുമില്ലാത്തവൻ്റെ കൈ പിടിക്കാൻ എല്ലാവരും മടിക്കും. എടുക്കാൻ എന്തെങ്കിലും ഉള്ളവൻ്റെ കൈ പിടിക്കാനുള്ള തിരക്കിലായിരിക്കും എല്ലാവരും. ഏതൊരു പ്രതിസന്ധിയിലും തളരാതെ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം. ടെൻഷൻ ഒരിക്കലും നമ്മുടെ നാളത്തെ പ്രശ്നങ്ങളെ തീർക്കില്ല. മറിച്ച് അത് നമ്മുടെ മനസ്സമാധാനം നശിപ്പിക്കുകയേ ഉള്ളൂ. നമ്മളെ കാണണമെന്നോ സംസാരിക്കണമെന്നോ തോന്നാത്ത ഒരാളോട് അതിനുവേണ്ടി യാചിക്കരുത്. യാചിച്ചു കിട്ടുന്നതെല്ലാം ഭിക്ഷയാണ്. അതിൽ സ്നേഹമുണ്ടെന്ന് നമ്മൾ കരുതരുത്. അത് വെറും സഹതാപം മാത്രമായിരിക്കും. നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ചും സ്നേഹിക്കുക. വെറുക്കുന്നവരെ അവഗണിക്കുക. ഒഴിവാക്കുന്നവരെ എന്നേക്കുമായി നമ്മളിൽ നിന്നും ഒഴിവാക്കുക. കുറ്റം മാത്രം പറയുന്നവരിൽ നിന്നും അകലം പാലിക്കുക. ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരെ വിട്ടുകളയാതെ ഇരിക്കുക. ദഹിക്കാത്തത് തിന്നരുത്. ഇഷ്ടമില്ലാത്തിടത്ത് പോകരുത്. കേൾക്കാത്തിടത്ത് വിശദീകരിക്കരുത്. മനസ്സിലാക്കാത്തിടത്ത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത്. തിരിച്ചു കിട്ടാത്ത ഇന്നലെകളിൽ അകപ്പെടാതിരിക്കുക. വരാനിരിക്കുന്ന നാളെകളെ ഭയക്കാതിരിക്കുക. ഇന്നത്തെ നിമിഷങ്ങൾ സന്തോഷത്തോടെ ആസ്വദിക്കുക. 2 നാവുള്ള വിഷപ്പാമ്പിനേക്കാൾ അപകടകാരിയാണ് ഒരു നാവുകൊണ്ട് 2 തരം സംസാരിക്കുന്ന മനുഷ്യർ. ഭംഗിയുള്ള മുഖങ്ങൾ കണ്ടെത്താൻ വളരെ എളുപ്പമായിരിക്കും. എന്നാൽ ഭംഗിയുള്ള മനുഷ്യരെ കണ്ടെത്തുക എന്നത് ഏറെ പ്രയാസവുമാണ്. വേദനിപ്പിച്ച മനുഷ്യരിലേക്ക് ഒരിക്കൽ തിരികെ ചെല്ലണം. ജീവിതം പഠിപ്പിച്ചതിന് വിങ്ങിപ്പൊട്ടിയ നിമിഷങ്ങളെ ആത്മാഭിമാനത്തോടെ ഓർത്തെടുക്കണം. ധീരമായ കണ്ണുകളോടെ ജീവിതത്തിലേക്ക് തിരികെ നടക്കണം. ജീവിതത്തിലേക്ക് അവസരങ്ങൾ കടന്നു വരുമ്പോൾ കൃത്യമായി വിനിയോഗിക്കുക. ഇതാണ് ബുദ്ധിമാന്മാരുടെ വിജയസൂത്രം. നല്ല ആത്മനിയന്ത്രണമുള്ള ആളുകൾ അവരെ പ്രലോഭിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ സമയം ചിലവിടാറില്ല. പ്രലോഭനത്തെ അതിജീവിക്കുന്നതിലും എളുപ്പം അതിനെ ഒഴിവാക്കുന്നതാണ്. ഓരോ സൗന്ദര്യത്തിനും അത് കാണാൻ എവിടെയോ ഒരു കണ്ണുണ്ട്. ഓരോ സത്യവും കേൾക്കാൻ എവിടെയോ ഒരു കാതുണ്ട്. അതുപോലെ ഓരോ പ്രണയത്തിനും അത് സ്വീകരിക്കാൻ എവിടെയോ ഒരു ഹൃദയമുണ്ട്. ഓർമ്മപ്പെടുത്തി ആരെയും കൂടെ നിർത്തേണ്ടതില്ല. നമ്മൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പറയാതെ തന്നെ കൂടെയുണ്ടാവും. പറഞ്ഞു തരുന്നതിന് അറിഞ്ഞു തരുന്നതിൻ്റെ ആയുസ്സോ ആത്മാർത്ഥതയോ ഉണ്ടാകണമെന്നില്ല. മറ്റുള്ളവരെ കരയിപ്പിച്ച് നേടിയ എല്ലാത്തിനും കരച്ചിൽ കൊണ്ട് തന്നെ കടം വീട്ടേണ്ടി വരുമെന്ന് എപ്പോഴും ഓർക്കുക. ചിരിക്കുക. കാരണം നിന്റെ ദുഃഖം നിനക്ക് മാത്രമേ ദുഃഖമായിട്ടുള്ളൂ. കേൾവിക്കാർക്ക് എന്നും കേട്ടുകഥകൾ മാത്രമാണ്. ചിന്തകളും വെള്ളവും എപ്പോഴും ശുദ്ധമായിരിക്കണം. മലിനമായ വെള്ളം ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. മലിനമായ ചിന്തകൾ ജീവിതത്തെ നശിപ്പിക്കുന്നു. നാം എന്നും തനിച്ചാണ് എന്നതാണ് പരമാർത്ഥ സത്യം. സ്വന്തമായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതെല്ലാം താൽക്കാലികമാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹം മാത്രമേ ശാശ്വതമായി നിലനിൽക്കൂ.